GATE 2026 General Aptitude. So, in this video, we are going to discuss reasoning in the part 2. Pointing to a woman, Abjit said, her granddaughter is the only daughter of my brother. How the woman is related to Abjit? So, ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ അഭിജിത്ത് ഒരു വിമണ്ണെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ആ സ്ത്രീയുടെ ആകെയുള്ളൊരു പേരക്കുട്ടിയാണ് എൻ്റെ ചേട്ടൻ്റെ മകളെന്ന്. അതായത് എ ആണ് ലെറ്റ് ഇറ്റ് ബി ദി വിമണിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇത് അയാളുടെ സൺ ആവാം ഡോട്ടർ ആവാം. അവരുടെ മകളാണ് ഈ ഗേൾ എന്ന് പറയുന്നത് ജി. സോ ഈ പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഈ ജി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ ഡോട്ടറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ബ്രദർ എന്ന് പറയുമ്പം ഇവർ തമ്മിൽ സിബ്ലിങ്സ് ആയിരിക്കും. സോ ഇത് അഭിജിത്താണ്, അഭിജിത്തിൻ്റെ ബ്രദറിൻ്റെ ഡോട്ടറാണ് ഇത്. ആൻഡ് അപ്പോൾ അഭിജിത്തും ഈ എയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? അഭിജിത്തിൻ്റെ ആരാണ്? അഭിജിത്തിൻ്റെ മദറാണ് ദാറ്റ് വിമൺ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? And arrange the keywords given below in a meaningful sentence. ഇതൊരു മീനിങ്ഫുൾ സെൻറ്റൻസ് ആക്കി മാറ്റാം. സോ നമ്മൾ എങ്ങനെയാണ് പറയാം? ആദ്യം റൂമിൽ പോയി റൂമിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? കീ വേണം. കീ വെച്ചിട്ട് ലോക്ക് തുറക്കണം. 1 3. പിന്നെ ലോക്ക് എന്തുമേലുള്ളത്? ഡോറിലാണ്. ഡോർ എവിടെയാണ്? റൂമിലാണ് എന്തുള്ളത്? സ്വിച്ച്. ഓക്കെ, അതാണ് ഓർഡർ. 1 3 2 5 4. സോ നമ്മളിങ്ങനെ ഓർഡർ നോക്കാം. കീ ഉണ്ട്, കീ വെച്ചിട്ട് എന്താ തുറക്കുക? ലോക്ക് എവിടെയാണ് ഉണ്ടാവുക? ഡോർ എവിടെയുള്ള? റൂമിൽ എന്താ ഉണ്ടാവുക? സ്വിച്ച്. സോ അങ്ങനെ നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, വിച്ച് സിമ്പിൾ വിൽ ബി ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ഫേസ് ഓഫ് സിമ്പിൾ സ്റ്റാർ? സ്റ്റാറിൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ എന്തായിരിക്കും? സ്റ്റാറിൻ്റെ ഒരു സൈഡിൽ മൈനസ് ഉണ്ട്, ഒരു സൈഡിൽ പ്ലസ് ഉണ്ട്, ഒരു സൈഡിൽ അറ്റുണ്ട്, ആൻഡ് ഒരു സൈഡിൽ സ്ലാഷ് ഉണ്ട്. അപ്പോൾ 4 സൈഡും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇല്ലാത്ത എന്താണ്? 8 അല്ലേ? അപ്പോൾ ഇല്ലാത്ത സൈഡ് ഇപ്പം 8 ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുക. കാരണം ഒരു ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് 4 സൈഡല്ലേ ഉണ്ടാകുള്ളൂ. ആ 4 സൈഡും കഴിഞ്ഞു. പിന്നെ ബാക്കി ഒരു 8 മാത്രമാണ് വന്നിട്ടുള്ളത്. ആ 8 ആയിരിക്കും ഓപ്പോസിറ്റിൽ ഉണ്ടാവുക. ഓക്കെ ആണോ? വിച്ച് ഈസ് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസ് ഓഫ് 6? 6ൻ്റെ ഓപ്പോസിറ്റ് ഫേസിൽ എന്താണ്? സോ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. 6ൻ്റെ ഒരു സൈഡിൽ 2ഉം 3ഉം ഉണ്ട്, വേറൊരു സൈഡിൽ 4 ഉണ്ട്, വേറൊരു സൈഡിൽ 5 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? ഇതിലൊന്നും പെടാത്ത ഒന്നാണ് എന്ത്? 1. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ് വരിക? 1. മനസ്സിലായോ? എങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാണ്ടി. സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ്. നമ്മൾ വെൻ ഡയഗ്രാം വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ്. സോ ആക്ടേഴ്സിന് നമ്മൾ സ്മോൾ റൗണ്ട് കൊടുക്കുക. വെയിറ്റ്, ആക്ടേഴ്സിന് നമ്മൾ സ്മോൾ റൗണ്ട് വരയ്ക്കുക. സം ആക്ടേഴ്സ് ആർ സിംഗേഴ്സ്. സോ ചില ആക്ടേഴ്സ് സിംഗേഴ്സാണ്. അപ്പോൾ ഇത് ആക്ടേഴ്സാണ്, ഇത് സിംഗേഴ്സാണ്. ആൻഡ് ഓൾ ദ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ്. എല്ലാ സിംഗേഴ്സും ഡാൻസേഴ്സാണ്. അപ്പം ഇതിൻ്റെ ബൗണ്ടറി ഫുൾ സിംഗർ ഫുൾ എന്തിൽ വരണം? ഡാൻസേഴ്സിൽ വരണം. ഓക്കെ, ഫിഗർ മനസ്സിലായല്ലോ. ഇനി കൺക്ലൂഷൻ നോക്കിയേ. സം ആക്ടേഴ്സ് ആർ ഡാൻസേഴ്സ്. ചില ആക്ടേഴ്സ് ഡാൻസേഴ്സാണ് അല്ലേ? കാരണം ഇതിൻ്റെ ഒരു പോർഷൻ ഉള്ളിലില്ലേ? ഈ ഒരു സ്പേസ് ഉണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഇല്ലേ? അപ്പോൾ അതെന്താണ്? ഡാൻസേഴ്സിൻ്റെ പോർഷൻ അല്ലേ? അപ്പോൾ സം ആക്ടേഴ്സ് ആർ ഡാൻസേഴ്സ്. അപ്പോൾ അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണ്. നോ സിംഗർ ഈസ് ആക്ടർ. ഒരു സിംഗറും ആക്ടേഴ്സ് അല്ല. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? കാരണം കുറച്ചുണ്ട് എന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. അപ്പം കുറച്ചുണ്ട്. അപ്പം ഓപ്ഷൻ എന്താണ്? 1 കറക്റ്റാണ്, 2 റോങ് ആണ്. സോ ഓൺലി 1 കൺക്ലൂഷൻ ഫോളോസ്. ഒന്ന് മാത്രമേ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുള്ളൂ. മനസ്സിലായി? നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ വെൻ ഡയഗ്രാം വരയ്ക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓൾ ഹാർമോണിയംസ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് എല്ലാ ഹാർമോണിയവും ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ഹാർമോണിയം, ഇത് ഇൻസ്ട്രുമെൻറ്റ്സ്. ആൻഡ് ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫ്ലൂട്ട്. എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും ഫ്ലൂട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾ ഫ്ലൂട്ട്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ്. എല്ലാ ഫ്ലൂട്ട്സും ഇൻസ്ട്രുമെൻ്റ് ആണോ?
എല്ലാ ഫ്ലൂട്ട്സും ഇൻസ്ട്രുമെൻ്റ് ആണോ? അല്ലല്ലോ. അല്ല, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഫ്ലൂട്ട് പെടും, പക്ഷേ ഇതിൻ്റെ കുറേ ഭാഗം ഇനിയും ലെഫ്റ്റ് ഉണ്ടാവില്ല എന്തായാലും. ഓക്കെ, ഇനി ഓൾ ഹാർമോണിയംസ് ആർ ഫ്ലൂട്ട്, അത് കറക്റ്റ് അല്ലേ? എല്ലാ ഹാർമോണിയം ഫ്ലൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നതല്ലേ? അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഓൾ ഫ്ലൂട്ട്സ് ആർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. ഓൺലി 2 കൺക്ലൂഷൻ ഫോളോസ്. ഓക്കെ, അടുത്ത് സം മാംഗോസ് ആർ യെല്ലോ. ചില മാംഗോസ് എന്താണ്? യെല്ലോ ആണ്. സോ മാംഗോ ഉണ്ട്, ഇത് മാംഗോ ആണ്. സം മാംഗോസ് ആർ യെല്ലോ. സോ യെല്ലോ ബി യെല്ലോ ആൻഡ് ഹിയർ മാംഗോ. കുറച്ച് മാംഗോ യെല്ലോ ആണ്. ആൻഡ് സം ടിക്സോസ് ആർ മാംഗോസ്. ചില ടിക്സോസ് എന്തുവാണ്? ചില ടിക്സോസ് മാംഗോ ആണെന്നും പറയാം. ഇത് ടിക്സോ. ഓക്കെ, ഈ ഒരു വെൻ ഡയഗ്രത്തിന് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പായിട്ടും വരയ്ക്കാം, കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് കൺക്ലൂഷൻ നോക്കാം. സം മാംഗോസ് ആർ ഗ്രീൻ. നമുക്ക് സം മാംഗോസ് ആർ ഗ്രീൻ എന്ന് പറഞ്ഞുകൂടെ? കാരണം കുറച്ചേ യെല്ലോ ഉള്ളൂ, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കുമല്ലോ. മാംഗോ ഏകദേശം റെഡ്, യെല്ലോ, ഗ്രീൻ കളേഴ്സിലല്ലേ ഉണ്ടാവുക. വേറെ ഗ്രീൻ ആയിരിക്കും. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ടിക്സോ ഈസ് യെല്ലോ. ടിക്സോ യെല്ലോ ആയിക്കൂടെ? കാരണം ഈ ഒരു വെൻ ഡയഗ്രാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. ഇത് മാംഗോ, ഇത് യെല്ലോ, ഇത് ടിക്സോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ ടിക്സോ യെല്ലോ കളർ ആയിക്കൂടെ? കാരണം ഈ സം പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണെങ്കിലോ, അപ്പോൾ നമുക്ക് അതും പറയാം. സോ ഓപ്ഷൻ രണ്ടും കറക്റ്റാണ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ബോത്ത് 1 and 2 ഫോളോസ്. ബോത്ത് 1 and 2 ഫോളോസ്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ വെൻ ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കാം. ഇനി അടുത്തത് നിങ്ങൾ കമ്പയർ ചെയ്യും. ഓക്കെ, ഫ്ലോ റിവറിനാണെങ്കിൽ സ്റ്റാഗ്നൻ്റ് എന്തായിരിക്കും? സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള റിവറിന് നമ്മൾ എന്താ പറയുക? പൂൾ. റെയിൻ അല്ലല്ലോ, ഒരു കെട്ടി നിൽക്കുന്നതായിരിക്കേണ്ടത് ഏകദേശം. ഓക്കെ, അപ്പം പൂൾ. കപ്പ് ലിപ്പ്. ദെൻ കപ്പിൻ്റെ അതിന് നമ്മൾ ലിപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ ബേർഡ്സിൻ്റെ അവിടെ നമ്മൾ എന്താണെന്നാ പറയുക? ബീക്ക്. ബേർഡ്സിൻ്റെ അവിടെ നമ്മൾ ബീക്ക് എന്നാണ് പറയുക. ഓക്കെ, സോ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യാൻ നോക്കുക. താങ്ക് യു.